എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ആരെയും സങ്കടപ്പെടുത്തരുതെന്ന് കരുതി എല്ലാ സങ്കടങ്ങളും ഒറ്റയ്ക്ക് വിലയ്ക്ക് വാങ്ങി സ്വയം കണ്ണീരൊഴുക്കുക. ഇതിനു മാത്രം കരയാൻ പോയാലേ തനിക്ക് കണ്ണീരുണ്ടാവില്ലടോ. സത്യാമ്മ ഇതൊന്നും കാണുകയില്ല. നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം തിന്മയായി വരും. എനിക്കിതിപ്പോ ഇന്നും ഇന്നലെയും കിട്ടുന്ന അനുഭവമൊന്നുമല്ല. ആരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നൊക്കെ എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ നിസ്സഹായാവസ്ഥ സത്യാമ്മയെ അറിയിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന് തന്നെ അറിയാനുള്ളൊരു ശ്രമമെങ്കിലും സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൊട്ടിയടിച്ച വാതിൽ സത്യാമ്മ തുറക്കണമെങ്കിൽ സത്യം മനസ്സിലാക്കുക തന്നെ വേണം. എന്നോടുള്ള വെറുപ്പ് ഇല്ലാതാവണമെങ്കിലും അത് മാത്രം ഏക പോം വഴി. ഇവിടെ ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ നോക്കി സങ്കടപ്പെടാനേ എനിക്ക് പറ്റൂ. ഇതിനെല്ലാം കാരണം സുസ്മിതയാ. സുസ്മിതയോ? അതെ, ഒരു ഇൻഷുറൻസ് ഏജന്റിനെയും കൊണ്ട് അവരിവിടെ വന്നിരുന്നു. എന്നിട്ട് സുസ്മിതയാ എല്ലാ കാര്യങ്ങളും സത്യാമ്മയോട് പറഞ്ഞത്. ഓ, അപ്പൊ എന്റെ പിന്നാലെ നടന്ന എല്ലാം അവൾ അന്വേഷിക്കുന്നുണ്ട്. എന്റെ നാശം കണ്ടിട്ട് അവൾ അടങ്ങും. ഇവക്കെന്താ ശാലിനിയോട് ഇത്ര പക? ശാലിനിയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ തന്നെയാണല്ലോ ഈ സുസ്മിതയുടെ സ്ഥാനം. സ്നേഹപ്പക. അവൾ ആഗ്രഹിച്ച ജീവിതം ഞാനായിട്ട് തകർത്തോന്ന് അവൾ പറയുന്നേ. ആ പക എന്റെ മരണത്തോടെ അവൾ അവസാനിപ്പിക്കും. ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതെന്തിനാണാവോ? ഇവിടെ ഉള്ളവരെ കൂട്ടത്തോടെ ദഹിപ്പിക്കാൻ നടക്കുന്നവൾ അവള്. അപ്പൊ പിന്നെ അവള് വീണ്ടും വരണമല്ലോ. ഹോസ്പിറ്റലിൽ നിന്നാ. ഹലോ. ആ ശാലിനി, ഡോക്ടർ പ്രിയയാണേ. ആ പറയൂ പ്രിയ. അത് ശാരീരിക ഒരല്പം കോംപ്ലിക്കേറ്റഡാ. ഒന്ന് ഇവിടെ വരെ വരാവോ? ഇപ്പൊ തന്നെ ഞാൻ വരാം. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. ചേച്ചിക്ക് സീരിയസ് ആണെന്ന്. അയ്യോ, പോവാം. പൊന്നി, സത്യം പപ്പയും നോക്കിക്കോണേ.